ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവി ആയിട്ടുള്ള ദ എക്സിക്യൂഷണർ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൊറിയൻ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് ഭാഗമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ കണ്ടിന്യൂസ് ആയിട്ടല്ല, അതിലെ കഥാപാത്രങ്ങൾ മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം വേറെയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതല്ല, ഫസ്റ്റ് പാർട്ട് ഇതിന് മുന്നേ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ചാനലുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് വെറുതെ ചെയ്ത് സമയം കളയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് തന്നെ പോവാം. നമ്മൾ ഒരുപാട് സീരിയൽ കില്ലർ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതും പോലീസിനെ ഒട്ടും പേടിയില്ലാത്ത ഒരു സീരിയൽ കില്ലർ. അതെങ്ങനെ സംഭവിക്കുന്നതെന്നല്ലേ, അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു ചൂതാട്ട ക്ലബ്ബാണ് കാണിക്കുന്നത്. അതിനകത്ത് ലേഡീസിന് മാത്രമേ കയറാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പണക്കാരികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ അതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അതേസമയം ഈ ഒരു കൂടുതൽ ഒരു പോലീസുകാരിയുണ്ട്. ആരും അറിയാതെ അവൾ അവളുടെ ബാഗുമായിട്ട് അതിനകത്തേക്ക് പോകുന്നു. അതുമല്ല, അവളുടെ ദേഹത്തുള്ള ഒരു കോട്ടുണ്ട്, അതിനകത്ത് ഒരു ഹിഡൻ ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയുള്ള കാര്യങ്ങളെല്ലാം വെളിയിൽ കാറിലിരുന്നിട്ട് ഒരു ടീം കാണുന്നുണ്ട്. ഇവരാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോസ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോലീസുകാരനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഇപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. നമുക്ക് ഹീറോ ഹീറോയിൻ ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു പോവാം. അതുമല്ല, ഇവരുടെ ചീഫും കാറിലിരിപ്പുണ്ട്. പക്ഷെ ഒരു ചീഫിന് വേണ്ടിയിട്ടുള്ള മര്യാദയൊന്നും അവരാരും കൊടുക്കത്തില്ല. അതുമല്ല, ഇവരുടെ കൂടെ ഒരു 2 പോലീസുകാരും കൂടിയുണ്ട്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. കൊറിയൻ പേര് എന്തായാലും വേണ്ട, അത് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്ലബിൻ്റെ ഓണറിനെ പിടിക്കാനായിട്ടാണ്. ഒരുപാട് കാലമായിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതേസമയം കാണിക്കുമ്പോൾ ഈ ഒരു ക്ലബിനകത്ത് ഒരു ഓണർ ഉണ്ടല്ലോ, അയാളാണെങ്കിലും നമ്മുടെ പോലീസുകാരി വേഷം മാറി വന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ട് അവരെല്ലാവരെയും ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്ന് പതിയെ അവരോട് സംസാരിച്ച് അവരാരാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ പിടിക്കുന്നത് നമ്മുടെ പോലീസുകാരി പെട്ടെന്ന് തന്നെ ഒരു വിസിലടിച്ച് താഴെയുള്ള നമ്മുടെ ടീമിന് സിഗ്നൽ കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്നതും വിസിലടി കേട്ടു. എന്തായാലും വണ്ടി നേരെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർ ആ ഒരു ക്ലബിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഡോർ തുറന്നിടുന്നതും കൊണ്ട് നിർത്തുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ്. വണ്ടി കൊണ്ട് നിർത്തിയ സ്ഥലത്ത് നിന്നും 2 സൈഡിലെ ഡോറും തുറക്കാൻ കഴിയുന്നില്ല. എൻ്റെ പൊന്നോ, ഈ മണ്ടന്മാരെ കൊണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു മണ്ടന്മാർ ഈ അവസാനം വരെ ഈ ഒരു മൂവി കൊണ്ടുപോകുന്നതെന്നാണ്. അങ്ങനെ ആ ഒരു ഓണറും ടീമും രക്ഷപ്പെട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് യൂൻജു ഒരു പോലീസുകാരി ഉണ്ടല്ലോ, അവർ പെട്ടെന്ന് അവരെ ഒരു ഒറ്റയിടി. അപ്പോഴേക്കും അവനാണെങ്കിലോ തല കൊണ്ടുവന്ന് ഇവരുടെ മുഖത്തേക്ക് ഒരു ഇടിയിരിക്കുന്നതും അവരുടെ ബോധം പോയി നേരെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ഇവരെല്ലാവരും പല വഴിക്കായിട്ട് രക്ഷപ്പെട്ട് ഓടുകയാണ്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു വഴി അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറകു വശത്തോടെ ചെല്ലും. അതേസമയം വില്ലനും ടീമും ഒരുത്തനാണെങ്കിൽ മുകളിൽ നിന്ന് ചാടി ഒരു എയർ കണ്ടീഷന്റെ പുറകു ഭാഗമുണ്ട്, അതിന് മുകളിലേക്ക് കയറിയിട്ട് അതുവഴി അപ്പുറത്തെ വശത്തേക്ക് കയറുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓണറിനെയും വലിച്ച് അതിലെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും വയറ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കുടുങ്ങിപ്പോയി. എന്നിരുന്നാലും ഒരു വിധത്തിൽ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് ഹേയ് എല്ലാവരും മാറണ മരത്തലയാന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേരെ തള്ളിക്കളഞ്ഞ് ഓടി ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ ആ ഒരു ഓണർ അവിടേക്ക് ചാടിപ്പോയത് കൊണ്ട് ഹീറോയും ഞാൻ എന്തായി വരുന്നതെന്നും പറഞ്ഞ് ഓടി വന്ന് ചാടുന്നതും പിടി തെറ്റിയിട്ട് അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. അപ്പോൾ രക്ഷപ്പെടാനുള്ള വില്ലൻ എന്താ ചെയ്യണത്? ആ അവസരം നോക്കി രക്ഷപ്പെടല്ലേ ചെയ്യണത്. പക്ഷേ വില്ലൻ അവിടെ നിന്നിട്ട് അയ്യോ സാർ എന്ത് പറ്റി, പിടിച്ചു കിടക്ക്, പെട്ടെന്ന് പതിയെ കയറ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഹീറോ പതിയെ അതിൽ പിടിച്ച് കയറുകയാണ്. അതേസമയം ഇവിടെ താഴെ ഈ ചൂതാട്ടം കളിക്കാൻ വന്ന ലേഡീസ് ഉണ്ടല്ലോ, അവരെല്ലാവരും ഓടി വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഓടി കയറുന്നത് നമ്മുടെ പോലീസിന്റെ വാനിലേക്ക്. അപ്പോഴേക്കും ചീഫ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ ആരും വെപ്രാളപ്പെടണ്ട, ഞങ്ങൾക്ക് ആവശ്യം പോലെ വാനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കുറ്റവാളികളെല്ലാം അതിനകത്തെ കയറ്റി വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓണറും അതേപോലെ തന്നെ വേറൊരു ലേഡിയും ഇവർ 2 പേരും ഓടി മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഹീറോയുടെ കൂടെ വേറെ 2 പേരും കൂടിയുണ്ട്. അതിലൊരുത്തന്റെ പേര് ജെയിമെന്നും മറ്റൊരുത്തന്നെ നമുക്ക് സാമെന്നും വിളിക്കാം. ഇവർ 2 പേരും മുകളിലേക്ക് വന്നിട്ട് ഹേയ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലേഡി പോലീസ് ഉണ്ടല്ലോ യൂൻജു, അവള് പെട്ടെന്ന് ഓടി വന്ന് ചാടി ചവിട്ടുന്നതാണ്. പക്ഷേ ആ ഒരു ഓണർ മാറുന്നതും അതേന്നും പറഞ്ഞ് താഴേക്ക് വന്ന് വീഴും. നടുവെല്ലാം പോയി. അപ്പോൾ ആ ഒരു ഓണർ പറയും ഇല്ല സാർ, ഞാനല്ല ചെയ്തത്, അവർ താനേ വന്ന് വിടാന്ന് പറയുമ്പോൾ ഈ ഒരു ലേഡി പോലീസുകാരി ഉണ്ടല്ലോ, അവർ പെട്ടെന്ന് ഇവരൊരു ഒറ്റ ചവിട്ട്. അപ്പോഴേക്കാണ് അവരുടെ കാലിൽ പിടിച്ചിട്ട് എടി മണ്ടി, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരുടെ കാലിൽ പിടിച്ച് അങ്ങനെ ചുറ്റാണ്. എന്നിട്ട് ചുറ്റി ഒരു ഒറ്റ ഏറ്. അപ്പോഴേക്കും നമ്മുടെ ഓണർ പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് അവൻ്റെ കൂടെയുള്ള ആ ഒരു പെണ്ണിന്റെ കഴുത്തിൽ വെച്ചിട്ടാണ് എന്നെ ഇപ്പോൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവളെ ഞാൻ വെറുതെ വിടാന്ന് പറയുമ്പോൾ ഹീറോയും സാം എന്ന് പറഞ്ഞൊരുത്തരും സോൺ പേപ്പർ സിസർ കളിക്കുകയാണ്. അപ്പോഴേക്കാണ് ഇവർ ചോദിക്കുന്നത് ഹേയ് നിങ്ങൾ എന്താ ചെയ്യുന്നത്, അത് വിട്ടിട്ട് എന്നെ വന്ന് പിടിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും എടാ കുറച്ചു നേരം മിണ്ടാതിരിക്കും, ഞങ്ങളിപ്പോൾ വരാമെന്നും പറഞ്ഞ് കളി തീർത്തിട്ടാണ് ഹീറോ അടുത്തേക്ക് വന്നിട്ട്
അല്ല, ഞങ്ങൾക്ക് പ്രതിവർഷം എത്ര രൂപയാണ് കിട്ടുന്നതെന്നറിയോ? ആ ഒരു പണം കൊണ്ട് ഞങ്ങളുടെ ജീവിത ചെലവിന് പോലും നടക്കത്തില്ല. പിന്നെ നിന്നെ പിടിക്കാൻ വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുപറ്റി കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കണക്കെല്ലാം ഞങ്ങൾ കൂട്ടുമായിരുന്നു. ഓക്കെ ശരി, എന്തായാലും ഞാനാണ് തീരുമാനം എടുത്തത് എന്നും പറഞ്ഞ് ഹീറോ അവൻ്റെ മുന്നിൽ കുത്തിയിരുന്നിട്ടാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ മുതുകിലേക്ക് കുത്തിക്കോ, എൻ്റെ മകനെങ്കിലും വിദ്യാഭ്യാസത്തിലുള്ള കുറച്ച് പണമെങ്കിലും കിട്ടട്ടെ എന്നും പറഞ്ഞ് താഴെ ഇരുന്നിട്ട് പെട്ടെന്ന് കാല് മടക്കി ആ ഒരു ലേഡിയുടെ കാലിലേക്ക് ഒരു ഒറ്റയടി അവർ വായും തുറന്ന് നേരെ താഴേക്ക് ഒന്ന് വീഴാണ്. ആ ഒരു സമയത്ത് ബാക്കി രണ്ടുപേരും കൂടി ചാടി വീണ് ആ ഒരു ഓണറിനെ അങ്ങ് പിടിക്കുന്നതും നമ്മുടെ ലേഡി പോലീസ് ഉണ്ടല്ലോ, യൂൻജു, അവൾക്ക് ഇനിയും ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഓടി വന്ന് ഒരു ഒറ്റയടി കാലുകൊണ്ട് അതോടെ ഉള്ള കിളികളും പറന്നുപോയി. അങ്ങനെ 5 മണ്ടന്മാരായിട്ടുള്ള പോലീസുകാര്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു സീരിയൽ കില്ലർ ഏതോ ഒരു പ്രൊഫസറിനെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കെട്ടിയിട്ടേക്കാണ്. അതുപോലെ അവന്റെ തലയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് അവനൊരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫസർ അവരുടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള 26 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. പക്ഷെ അയാൾക്കെതിരെ ഒരു നടപടിയും ആരും എടുത്തില്ല. അറസ്റ്റ് ചെയ്തെങ്കിലും വെറുതെ വിട്ടു. അത് കഴിഞ്ഞിട്ട് അയാൾക്കാണെങ്കിലോ അയാൾ ചെയ്യുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടി. പക്ഷെ ഈ ഒരു പെൺകുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതൊരിക്കലും നടന്നില്ല. അതുകൊണ്ട് അവൾ ആ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുമായിരുന്നു. അവൾ താഴേക്ക് വീണ് മരിക്കുമ്പോഴത്തേക്കും അവളുടെ തല പൊട്ടി രക്തം ഒരുപാട് വാർന്നിട്ടാണ് അവൾ മരിച്ചത് എന്നുള്ള കാര്യം വരെ ആ ഒരു വീഡിയോയിലുണ്ട്. ഇതെല്ലാം ആ ഒരു പ്രൊഫസറിന് കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു സീരിയൽ കില്ലർ അവന്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നതും അത് കഴിഞ്ഞ അടുത്ത ദിവസത്തെ ന്യൂസിൽ ആ ഒരു പ്രൊഫസർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതുമല്ല അതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കൊലപാതകവും അതേപോലെ തന്നെ അയാളുടെ മേലുള്ള ആ ഒരു കേസ് അയാളുടെ സ്റ്റുഡന്റിനെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച ആ ഒരു കേസുമായിട്ട് ബന്ധമുണ്ടെന്നും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോലീസ് ഇറങ്ങിയിട്ടുണ്ട് എന്നെല്ലാം ന്യൂസിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹീറോ കാണുന്നു. അതേപോലെ തന്നെ ഒരു മഞ്ഞ പത്രം, ഈ ഒരു യൂട്യൂബിൽ ഒരു ന്യൂസ് ചാനലുണ്ട്. അയാളാണെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊലപാതകം ഇപ്പൊ ഈ ഒരു പ്രൊഫസറിനെ കൊന്നത് ഹച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ കില്ലറാണ്. അവൻ എല്ലാവരും വിളിക്കുന്നത് ഹച്ചി എന്നാണ്. ഇപ്പൊ പോലീസിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, പോലീസ് നീതി നടപ്പാക്കാത്ത ആ ഒരു കേസിൽ ഹച്ചി നീതി നടപ്പാക്കിയിട്ടുണ്ട്. അയാൾക്ക് ആവശ്യമുള്ള ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു കില്ലർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കൊലയല്ല ഇത്. ഇതിനു മുന്നേ 1 വർഷമായിട്ട് കില്ലർ ഇതുപോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാല് ആരെങ്കിലും മറ്റൊരാളെ ഉപദ്രവിച്ച് അവർക്ക് നീതി കിട്ടാതെ ആ ഒരു കുറ്റവാളി അയാൾ രക്ഷപ്പെട്ട് നടക്കുമല്ലോ. ഉദാഹരണത്തിന് തന്നെ ഇതില് തന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരു കാമുകിയെ ആ ഒരു കാമുകൻ ആസിഡ് ഉപയോഗിച്ച് അവളുടെ മുഖം പൊള്ളിച്ചു. പക്ഷെ അവനാണെങ്കിലോ മദ്യവെച്ചാണ് ഇത് ചെയ്തെന്നുള്ള രീതിയിൽ അവനെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു കുറ്റവാളിയെയും അതുപോലെ തന്നെ ഈ ഒരു സീരിയൽ കില്ലർ കൊന്നിട്ടുണ്ടായിരുന്നു. അവന്റെ മുഖവും അതുപോലെ തന്നെ കത്തിച്ചിട്ട്, അതേപോലെ തന്നെ മുത്തശ്ശിയെ കൊന്ന 13 വയസ്സുകാരൻ, ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ഈ ഒരു സീരിയൽ കില്ലർ തെറ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ കിട്ടാത്ത ഓരോരുത്തരെയും കണ്ടുപിടിച്ചാണ് ഈ ഒരു സീരിയൽ കില്ലർ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു മഞ്ഞപത്രക്കാരനുണ്ടല്ലോ, അയാളായാലും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. പോലീസിന് നിയമം സംരക്ഷിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഹാച്ചി ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ ഒരു സീരിയൽ കില്ലറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയും അവന്റെ ടീമിനോട് ഇങ്ങനെ പറയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു കില്ലർ 13 വയസ്സുള്ള ഒരുത്തൻ അവന്റെ മുത്തശ്ശിയെ കൊന്നെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരുത്തനെയാണ് ആദ്യമായിട്ട് കൊല്ലുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു സീരിയൽ കില്ലർ ഇതേപോലെ ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിച്ച് കൊല്ലാൻ തുടങ്ങി. അതേസമയം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ ഭാര്യയിൽ നിന്ന് കോള് വരുന്നുണ്ട്. പക്ഷെ ഹീറോ ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നില്ല, കാരണം ഇവരൊരു മീറ്റിംഗ് അല്ലേ. അതുകൊണ്ട് തന്നെ ഹീറോ അത് കട്ട് ചെയ്യുന്നതും അവന്റെ ചീഫ് പെട്ടെന്ന് എഴുന്നേറ്റാണ് പറയുന്നത്, ഓക്കെ, ഇവിടെയോ പലയിടങ്ങളിലായിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു, ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇതൊരു സീരിയൽ കില്ലറാണ് ചെയ്തത്, അവനാണ് ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്തത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, സാർ, ഇതെല്ലാം ഞങ്ങൾ നല്ലതുപോലെ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. എങ്ങനെയാണെന്നറിയാവോ, ഓരോരുത്തരും ഏതൊക്കെ രീതിയിലാണോ ബാധിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു കില്ലർ കൊല്ലുന്ന ആ ഒരാളുകളെയും അവൻ അതേ സ്ഥലത്ത് വെച്ച് എങ്ങനെയാണോ ബാധിക്കപ്പെട്ടവർക്കുണ്ടായത് അതുപോലെ തന്നെയാണ് അവരെയും കൊന്നിട്ടുള്ളത്. അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറഞ്ഞു എല്ലാ കൊലപാതകവും ഒരേ സ്റ്റൈലിലാണെന്ന്. അപ്പോൾ ഇതൊരു സീരിയൽ കില്ലർ ചെയ്ത കാര്യമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ചീഫ് അപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു ന്യൂസിൽ കണ്ട കാര്യങ്ങളൊന്നും വലിയ കാര്യമാക്കരുത്. ഈ ന്യൂസിൽ കാണുന്ന കേസുകളെല്ലാം വെച്ചിട്ട് വേറെ വേറെ ആളുകൾ ഇതുപോലെ ചെയ്താണെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചത് എന്നുള്ള കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു മകനുണ്ട്. അവൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ എന്തോ ഒരു പ്രശ്നം പിള്ളേരുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ട് TC കൊടുക്കുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയെ വിളിച്ചത്. അങ്ങനെ ഹീറോ ആണെങ്കിലും അവന്റെ റൂമിനടുത്തേക്ക് ചെന്ന് ഡോർ ഇങ്ങനെ തട്ടി അവനോട് സംസാരിക്കാന്ന് പറഞ്ഞാണ് തുറക്കാനായിട്ട് പറയുന്നത്. പക്ഷെ ആ ഒരു പയ്യൻ കണ്ണു തുറന്നു കിടക്കാണ്. പക്ഷെ ഒരിക്കലും അവൻ ഡോർ തുറക്കത്തില്ല. ഓക്കെ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, അഹങ്കാരം പിടിച്ച പയ്യന്മാരാകുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവരുടെ ക്യാപ്റ്റൻ താഴെ വന്നിട്ട് നമ്മുടെ ഹീറോയെ വിളിക്കുന്നു, എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നും പറഞ്ഞിട്ട്.
ഹീറോ ആയാലും നേരെ താഴേക്ക് വന്നിട്ട് ചീഫിന്റെ കാറിലിരുന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. സാർ, ഈ ഒരു സമയത്ത് എന്താ അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വെയിറ്റ് ചെയ്യും, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു ന്യൂസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. വേറെ ഒന്നുമല്ല, ഹീറോ ഇതിനു മുന്നേ അറസ്റ്റ് ചെയ്ത ഒരു കുറ്റവാളി. അവനിപ്പോ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. അതുമല്ല 3 വർഷങ്ങൾക്ക് മുന്നേ ഇവൻ ഒരു കാര്യം ചെയ്തിരുന്നു. ഇവൻ കാറ് അനാവശ്യമായിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോയി. പക്ഷെ മറ്റൊരു ഫാമിലി അവരുടെ കാറ് ഇതിനിടയിൽ കിടക്കുമായിരുന്നു. അപ്പൊ ഇവൻ ഈ ഒരു കാർ എടുക്കാതെ അവർക്ക് വെളിയിലേക്ക് വരാൻ കഴിയത്തില്ല. അതിനുവേണ്ടി ഇവനുമായിട്ട് അവർ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഭർത്താവുമായിട്ടാണ് അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഭാര്യ ഇടയ്ക്ക് കയറി വരുമ്പോഴത്തേക്കും അവരാണെങ്കിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതുപോലും കാര്യമാക്കാതെ ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അവൻ എന്തായാലും നമുക്ക് ജീസു എന്ന് വിളിക്കാം, അവനാണെങ്കിലേ ഈ ഒരു സ്ത്രീയെ തള്ളി താഴേക്കിടുന്നതും അവരുടെ വയറ്റിലുള്ള കുഞ്ഞും ആ ഒരു ലേഡിയും അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കോർട്ടിൽ ഈ ഒരു കേസ് വരുമ്പോഴത്തേക്കും അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നുള്ള രീതിയിൽ അവന് വെറും 3 വർഷം മാത്രമാണ് ശിക്ഷ വിധിച്ചത്. പക്ഷെ ഇതൊരിക്കലും ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ഭർത്താവുണ്ടല്ലോ, അയാള് ഒരു 6-7 മാസമായിട്ട് ഒറ്റയ്ക്കൊരു പോരാട്ടം നടത്തി. പക്ഷെ എന്നിരുന്നാലും അതിനൊരിക്കലും ഫലം കണ്ടിരുന്നില്ല. അത് കാരണം ആ ഒരു ഭർത്താവ് എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഫാമിലിയിൽ ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, അതിനെ കൊന്ന് അയാളും ജീവൻ എടുക്കുകയായിരുന്നു ചെയ്തത്. ജിംസു എന്ന് പറഞ്ഞ ആ ഒരു കുറ്റവാളി കാരണം ഇപ്പൊ ഒരു ഫാമിലി തന്നെ ഇല്ലാതായി. പക്ഷെ അവന് ലഭിച്ചതോ നിസ്സാരമായിട്ടുള്ള 3 വർഷം മാത്രം. അതുമല്ല ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഇപ്പോൾ 3 വർഷത്തെ ശിക്ഷ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച റിലീസ് ആവാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു കാര്യം എന്തിനാ സാർ ഇപ്പോ ഇവിടെ പറയുന്നേ, നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഹാച്ചി എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ ഉണ്ടല്ലോ, അവനോട് ആവശ്യപ്പെട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതുകൂടി സംഭവിച്ചു കഴിഞ്ഞാല് അതുകൂടി ഇനി പോലീസിന്റെ തലയിൽ വന്ന് വീഴും. അതുകൊണ്ട് ജീസുവിനെ സംരക്ഷിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്ത് ഈ ഒരു വടുവന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നോ? ഈ വടുവൻ ചെയ്ത കാര്യത്തിന് അവന് എന്ത് ചെയ്യണമെന്നറിയോ എന്നെല്ലാം ഹീറോ നല്ല ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ല, ഇവര് പോലീസുകാരായതുകൊണ്ട് മുകളിൽ നിന്നും പറയുന്നത് കേട്ടേ പറ്റൂ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വടുവൻ പതിയെ ജയിലിൽ നിന്നും ചിരിച്ചുകൊണ്ടിങ്ങനെ ഇറങ്ങുന്നു. അങ്ങനെ ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ വണ്ടിയിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി ഇങ്ങനെ നിൽക്കാണ് ഇവനെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടി. അതുമല്ല അതിലാണെങ്കിൽ ഈ ഒരു വ്ളോഗർമാര് യൂട്യൂബർമാര് ഒരുപാട് പേരുണ്ട്. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ അതിലൊരുത്തൻ ഒരു കത്തിയും വെച്ചിട്ട്, ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വരുന്നവൻ മരിക്കണം, അവനെ കൊല്ലാൻ വേണ്ടി ദേ ഞാൻ ഒരു കത്തിയായിട്ടാണ് വന്നേക്കുന്നത്. അവൻ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ അവനെ കൊല്ലാൻ പോവാണ്. അത് ലൈവായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ ജീസുവിനെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് കാറിൽ നിന്ന് ഇറക്കുന്നതും ഈ ഒരു വ്ളോഗർ പെട്ടെന്ന് കത്തിയും കൊണ്ട് കുത്താനായിട്ട് വരുമ്പോ പെട്ടെന്ന് ഒരു കൈ വന്നിങ്ങനെ പിടിക്കുകയാണ്. അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആഹാ ഒരു ടെസ്റ്റ്, വേറെ ആരുമല്ല, അത് നമ്മുടെ സീരിയൽ കില്ലർ. അതും സാധാരണ രീതിയിലാണോ വന്ന് നിൽക്കുന്നത് നോക്കുമ്പോഴത്തേക്കും ഒരു പോലീസുകാരനായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് നോക്കിയിട്ട് ചേട്ടാ ഇതാരുടെ ഈ ഒരു പുതിയ പയ്യൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുമല്ല നമ്മുടെ കില്ലറിനാണെങ്കിലോ, ഞാൻ കൊല്ലാൻ പോകുന്ന ആളെ പെട്ടെന്ന് ഒന്ന് നിസ്സാരമായിട്ട് ഇവൻ കൊന്നിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ടാണ് നമ്മുടെ സീരിയൽ കില്ലർ ഇപ്പോ ഈ ഒരു വ്ളോഗറിനെ തടഞ്ഞത്. അതുമല്ല നമ്മുടെ കില്ലറിനാണെങ്കിലോ ഫൈറ്റിങ് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് അങ്ങനെ തൂക്കിയെടുത്ത് കാറിന്റെ മുകളിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോ ഇപ്പോ ഈ ഒരു പുതിയ പയ്യൻ ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കില്ലറിനെ തന്നെ കൊണ്ടുവന്നിട്ട് ഇവരുടെ ടീമിനോടൊപ്പം ചേർത്തിട്ടാണ്, ഏയ് മോനെ, നീ നല്ലതുപോലെ തന്നെ ചെയ്തു, വേറെ ലെവലായിരുന്നു, നീ ആ ഒരു കാര്യം ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് എന്തൊക്കെ സംഭവിച്ചേനെ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ കില്ലറിനെ തന്നെ നല്ലതുപോലെ പുകഴ്ത്തുകയാണ്. അപ്പൊ കില്ലറാണെങ്കിലും ഇല്ല സാറ്, ഞാനത് സാധാരണ രീതിയിൽ ചെയ്താണ് എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല പാവത്തിനെ പോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്. അതുമല്ല ഇവരുടെ ടീമിലുള്ള മറ്റുള്ളവര് നമ്മുടെ കില്ലർ ഇതിനു മുന്നേ ജോലി ചെയ്ത മറ്റൊരു സ്ഥലം, അവിടെയും കില്ലർ ഇതുപോലെ തന്നെ ആയിരുന്നു. കത്തിയും വെച്ചിട്ട് ഒരുത്തൻ റോഡിൽ കിടന്ന് വെറുതെ വരുന്നവരെ പോകുന്നവരെല്ലാം കുത്തുമെന്ന് പറയുമ്പോഴത്തേക്കും അവനെയും നല്ലതുപോലെ തന്നെ അടിച്ച് അവൻ്റെ നിന്ന് ആ ഒരു കത്തിയും വാങ്ങി എല്ലാവരുടെയും മുന്നിൽ ഒരു ഹീറോയെ പോലെ തന്നെ പേരെടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുന്ന നമ്മുടെ ഹീറോ ആയാലും, ഏയ് നീ കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള നീ വെറും സാധാരണ ഒരു പോലീസുകാരനായിട്ട് ഇരുന്നാൽ ശരിയാവത്തില്ല, നീ ഞങ്ങളുടെ ടീമിൽ വാ, അതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ ടീമിൽ വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, അതുടനെ തന്നെ ശരിയാക്കാം എന്നുള്ള രീതിയിൽ ഹീറോ സംസാരിക്കുമ്പോൾ ആഹാ, ഇപ്പോൾ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ചതുപോലെ സീരിയൽ കില്ലർ ഇവനാണെന്നറിയാതെ ഇവരുടെ കൂടെ തന്നെ ചേർക്കാണ്. അതേസമയം തന്നെ ഹീറോയുടെ വീട്ടിൽ നിന്നും അവന് വീണ്ടും ഒരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല, അവന്റെ മകൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വീടിന് വെളിയിൽ ഫയർഫോഴ്സ്, പോലീസ് എല്ലാവരും കൂട്ടം കൂടി നിൽക്കാണ് എന്നുള്ള കാര്യം ഹീറോയെ വിളിച്ച് പറയുന്നതും ഹീറോ നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ അത് സത്യം തന്നെയാണ്, വീടിന് വെളിയിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഹീറോ നേരെ ചെന്നിട്ട് ഡോർ തുറക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരു വിധത്തിൽ ഡോർ തുറക്കത്തില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ എല്ലാവരും കൂടി ആ ഒരു ഡോർ ഇടിച്ച് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ ഹെഡ്ഫോൺ എല്ലാം ഇട്ട് പാട്ടെല്ലാം കേട്ട് സുഖമായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഒരു കുഴപ്പമില്ല, ചെന്ന് നിക്കർ ഒരു 2 പൊട്ടിച്ചാലേ ശരിയാവത്തുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും.
എന്നിരുന്നാലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വിഷമം അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ അത് നമ്മുടെ ഹീറോയ്ക്ക് മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇതെല്ലാം അടുത്ത് നിന്ന് കണ്ട നമ്മുടെ സീരിയൽ കില്ലർ ആണെങ്കിലും കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇപ്പോൾ ഹീറോയുടെ മകന്റെ സ്കൂളിൽ കാണിക്കുമ്പോഴത്തേക്കും സ്കൂളിൽ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ആൾറെഡി സ്കൂളിൽ കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നു, നിങ്ങളുടെ മകന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഈ ഒരു സ്കൂളിനെ അത് ബാധിക്കരുത്, നിങ്ങളുടെ മകനെ മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ അതുപോലെ സംസാരിക്കേണ്ട സമയമില്ല. കാരണം നമ്മുടെ ക്യാപ്റ്റൻ ഹീറോയെ വിളിച്ച് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. അങ്ങനെ അതനുസരിച്ച് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ സീരിയൽ കില്ലർ ആ ഒരു പ്രൊഫസറിനെ കൊന്നിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു കാര്യം കാണുന്നത് നമ്മൾ മാത്രമാണ് കണ്ടിരുന്നത്. അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം പോലീസുകാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ സീരിയൽ കില്ലർ അവനെ എങ്ങനെയാണ് കൊല്ലുന്നത്, ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലുന്ന ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അതൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡും ചെയ്തു. അതും ആ ഒരു മഞ്ഞ പത്രക്കാരനുണ്ടല്ലോ, യൂട്യൂബർ, അയാളുടെ ചാനലിൽ ഇടുന്നതും അത് നല്ലതുപോലെ ട്രെൻഡായി. അതുപോലെ ആ ഒരു വീഡിയോ ഏത് IP അഡ്രസ്സിൽ നിന്നാണ് അയച്ചത് എന്നുള്ള കാര്യം തിരക്കുമ്പോഴത്തേക്കും അത് റഷ്യയിൽ നിന്നാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കില്ലർ പക്ക പ്ലാനിങ്ങിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതുമല്ല കില്ലർ എന്തായാലും ഇവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അയച്ചിട്ടുള്ളത്. അതുപോലെ ഇവർക്കൊരു പേടിയുണ്ടല്ലോ, ആ ജയിലിൽ നിന്നിറങ്ങിയ ജീസു എന്ന് പറഞ്ഞ ആ ഒരു കുറ്റവാളിയെ ഇനിയിപ്പോൾ കില്ലർ കൊല്ലുവോ ഇല്ലയോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. അതുകൊണ്ട് അവനെ എന്തായാലും അവൻ്റെ വീട്ടിൽ നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് അവനെ സേഫായിട്ട് ഗവൺമെന്റിന് തന്നെ ഒരു ഹൗസ് ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് മുകളിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹീറോയോട് പറയുന്നതും ഹീറോ പറയും, സാർ നിങ്ങൾ എന്താ ഈ പറയുന്നത്, നമ്മൾ ആകെ 5 പേര് മാത്രമേ ഉള്ളൂ, ആ ഒരു കുറ്റവാളിയെ ചുറ്റിപ്പറ്റി ഏകദേശം 100ഓളം പേരുണ്ടാവും, വേറെ ആരുമല്ല, റിപ്പോർട്ടേഴ്സ്, ജനങ്ങൾ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവരുടെ ഇടയിൽ നിന്നും അവനെ എങ്ങനെയാണ് നമ്മൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ആ ഒരു പുതിയ പയ്യനുണ്ടല്ലോ അവനെ കൂടി ചേർക്കാം, വേറെ ആരുമല്ല നമ്മുടെ സീരിയൽ കില്ലർ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുറ്റവാളിയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം മറ്റൊരു കാറിൽ ജീസുവിൻ്റെ ഒരു ഡ്രസ്സുണ്ട്, അതെടുത്തിട്ട് അവൻ്റെ മുഖവും മറിച്ച് ഒരാൾ കാറിൽ കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ജനങ്ങൾ, റിപ്പോർട്ടേഴ്സ് എല്ലാം വിചാരിക്കും അതാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പുറകിൽ നമ്മുടെ സീരിയൽ കില്ലർ ഉണ്ടല്ലോ അവനിപ്പോൾ ജീസുവിനെ കൂട്ടി മറ്റൊരു കാറിൽ വേറൊരു വഴി എങ്ങനെ പോകുന്നു, ആരുടെ കൂടെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് നോക്കണം. അതേ സമയം കാണിക്കുമ്പോൾ ഈ ഒരു വീടിന് വെളിയിലായിട്ട് മറ്റൊരു കാറിൽ ഏതോ ഒരുത്തൻ ഒരു കില്ലറിനെ പോലെ തന്നെ നമ്മുടെ സീരിയൽ കില്ലറിനെ നല്ല ദേഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ സീരിയൽ കില്ലറിനെ കാണിക്കുമ്പോൾ സീരിയൽ കില്ലർ ജീസുവിനെ കൂട്ടി കാറിൽ ഇങ്ങനെ പോവാണ്. പക്ഷേ പോകുന്ന വഴിക്ക് എന്തായാലും അവനൊന്നും ചെയ്യുന്നില്ല. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആ ഒരു ഹൗസ് ഉണ്ടല്ലോ അവിടേക്ക് തന്നെ സേഫായിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതേസമയം ജീസു ഉണ്ടല്ലോ ആ ഒരു കുറ്റവാളി, ഇവൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ, എന്തോ ഒരു പ്രധാനമന്ത്രിയെ പോലെയാണ് കൊണ്ടുവന്ന സ്ഥലത്ത് അവൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കളിയാക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെ ഉണ്ടാവും, മര്യാദയ്ക്ക് ഞാൻ മിണ്ടാതിരിക്കുകയാണ്, ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ അവൻ വീണ്ടും വെറുതെ ഇരിക്കോ. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് അവനെ അടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സീരിയൽ കില്ലറാണ് ഹീറോയെ തടഞ്ഞ് സമാധാനപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം മാറിയിട്ടില്ല. കില്ലറിനോട് പറയുന്നുണ്ട്, നിനക്കറിയത്തില്ല ഇവനെ പോലെയുള്ളവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ, അങ്ങനെ നടു റോഡിൽ വെച്ചിട്ട് തലയിൽ ഷൂട്ട് ചെയ്ത് കൊല്ലണം, എന്നിട്ട് അവനൊക്കെ ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ കില്ലറിന്റെ കാറിൽ കയറിയിട്ട് ഹീറോയുടെ ഭാര്യ എവിടെ നിന്നോ വിളിച്ചിരുന്നു, അപ്പോൾ അവിടേക്ക് ഒന്ന് കൊണ്ടാക്കാൻ പറയും. അങ്ങനെ നമ്മുടെ കില്ലറായാലും ഹീറോയെ അവിടേക്ക് കൊണ്ടാക്കുന്ന സമയത്താണ് അത് ചെറിയൊരു ഷോപ്പാണ്. അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഷോപ്പ് നടത്തുന്നത് ഒരു ജാപ്പനീസ് സ്ത്രീയാണ്, അവർക്ക് 2 കുട്ടികളുണ്ട്. ഇവിടെ വന്നിട്ടാണ് ഹീറോ എന്താണ് കാര്യം എന്ന് തിരക്കുമ്പോൾ മറ്റേ യൂട്യൂബർ ആയിട്ടുള്ള ആ ഒരു മഞ്ഞപത്രക്കാരനുണ്ടല്ലോ അവനിപ്പോൾ ഈ ഒരു സ്ത്രീയെ പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജാപ്പനീസുകാരിയായിട്ടുള്ള ഈ ഒരു സ്ത്രീ അവിടെ നിന്നും ഇവിടേക്ക് വന്നിട്ട് കൊറിയയിലുള്ള ഒരു ബിസിനസ്സുകാരനെ കല്യാണം കഴിച്ചു. അവനാണെങ്കിൽ ഇൻഷുറൻസ് പണവും ഒരുപാടുണ്ടായിരുന്നു, അതുമല്ല അത്യാവശ്യം പ്രായമുള്ള ഒരാളുമായിരുന്നു. അതുമല്ല അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരിലുള്ള ആ ഒരു ഇൻഷുറൻസ് പണമുണ്ടല്ലോ അത് ഈ ഒരു സ്ത്രീക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ട് ആ ഒരു ഇൻഷുറൻസ് ഏജന്റും ഈ ഒരു സ്ത്രീയും കൂടി ചേർന്ന് അവരുടെ ഭർത്താവിനെ കൊന്നു എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ ആ ഒരുത്തൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണും അവരുടെ ഭർത്താവും കൂടി ചേർന്ന് കാറിൽ പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു, ഇവളാണ് കാർ ഓടിച്ചതും. പക്ഷെ അയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവരുടെ കാറിന് മുന്നില് മറ്റൊരു വലിയ വണ്ടിയില് കമ്പികളെല്ലാം ഒരുപാട് കൊണ്ടുവരുന്നു. അപ്പൊ ഈ ഒരു പെണ്ണ് അറിഞ്ഞുകൊണ്ട് തന്നെ കാറ് അവിടേക്ക് കൊണ്ടിടിച്ച് ആ ഒരു കമ്പിയെല്ലാം അയാളുടെ ദേഹത്തേക്ക് കയറിയാണ് ആ ഒരു ബിസിനസ്സുകാരൻ മരിച്ചത്. അത് ഇവള് മനഃപൂർവ്വം ചെയ്തു ആ ഒരു ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ന്യൂസ് ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ട്
ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്ന വേറൊരു കാര്യം, ഇവരെ പോലെയുള്ള സ്ത്രീകളെ പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊന്ന ഇവരെ പോലെയുള്ള സ്ത്രീകളെ ഹാച്ചി വേണം വന്ന് കൊല്ലാനായിട്ട്, അവന്റെ കയ്യിലെ ഇതിനുള്ള നീതിയുള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അവിടെയാണ് ആ ഒരു യൂട്യൂബർ പറഞ്ഞ വലിയൊരു കള്ളം. സത്യത്തിൽ ഈ ഒരു ലേഡിയുടെ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഇൻഷുറൻസ് പണം ഉണ്ടല്ലോ അതെല്ലാം ക്യാൻസൽ ചെയ്തിരുന്നു. അതുമല്ല അവൻ പറഞ്ഞല്ലോ ഇൻഷുറൻസ് ഏജന്റുമായിട്ട് ഇവർക്കൊരു കണക്ഷൻ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഇൻഷുറൻസ് കൊടുത്തത് തന്നെ ഒരു ലേഡിയാണ്. അവളുടെ ഭർത്താവ് മരിച്ച ആ ഒരു വിഷമത്തിൽ ഈ ഒരു പെണ്ണിരിക്കുമ്പോൾ അയാൾ ഒരു വയസ്സായിട്ടുള്ള ഒരാളായതുകൊണ്ടും അതേപോലെ തന്നെ ഇതേപോലെ ഇൻഷുറൻസ് തുക അത്രയും ഉള്ളതുകൊണ്ടും പിന്നെ ഈ ഒരു സ്ത്രീയാണെങ്കിലും അത്യാവശ്യം ചെറുപ്പക്കാരിയാണ്, അതുകൊണ്ട് തന്നെ ഇല്ലാത്ത രീതിയിലാണ് അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം ഇതിലൂടെ പറഞ്ഞു വെച്ചേക്കുന്നത്. അതുപോലെ തന്റെ 2 കുട്ടികളെ വളർത്താൻ വേണ്ടി ഇവരാണെങ്കിലോ ഒരു ചെറിയ ഷോപ്പ് നടത്തി എങ്ങനെയെങ്കിലും പോകുന്നു. ഇപ്പൊ ഇതിനിടയിൽ അവരുടെ ജീവിതം കൂടി നശിപ്പിക്കാനായിട്ട് അവൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയാനാണ് ഹീറോയെ ഇവിടേക്ക് വിളിച്ചത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആൾറെഡി തന്നെ അറിയാം ഈ ഒരു റിപ്പോർട്ടർ, ആ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അവൻ എങ്ങനെയുള്ള ഒരാളാണെന്ന്. ലൈക്കിനും ഷെയറിനും വേണ്ടി ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ വെറുതെ പറഞ്ഞുണ്ടാകും. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും ആ ഒരു സ്ത്രീയോട്, ഇല്ല നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഞാനൊരു എമർജൻസി വാച്ച് തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോഴേ എനിക്കും സ്റ്റേഷനിലും ആ ഒരു കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. അതുമല്ല നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാനായിട്ട് 1-2 പോലീസുകാരെ ഞാൻ ഇവിടേക്ക് പറഞ്ഞു വിടാം എന്നെല്ലാം പറഞ്ഞ് അവർ സമാധാനപ്പെടുത്തി ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ സീരിയൽ കില്ലർ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ അവന്റെ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ ഹീറോയുടെ മകന് സംഭവിച്ച ആ ഒരു കാര്യം, കുറെ പയ്യന്മാർ അവനെ ഉപദ്രവിക്കുന്നത് പോലെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ആ ഒരു സീരിയൽ കില്ലർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഹീറോയുടെ മകൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ ഒരുപാട് പയ്യന്മാരൊക്കെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ സീരിയൽ കില്ലർ ഹീറോയെ കാണിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മറ്റൊരു വീഡിയോ വൈറലാവുകയാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു യൂട്യൂബർ റിപ്പോർട്ടർ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കുന്നു, ഹാച്ചി ഇന്ന് രാത്രി എന്നോട് സംസാരിക്കാൻ പോവാണ്, അത് എന്നോട് മാത്രം, അതുകൊണ്ട് ഹാച്ചിയോട് ഞാൻ നേരിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരും എന്നുള്ള രീതിയിൽ അവനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും നമ്മുടെ യഥാർത്ഥ സീരിയൽ കില്ലർ ഇവിടെ ഇരിക്കുന്നു. പിന്നെ അവൻ ആരോടാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ ടീം മൊത്തമായിട്ട് അവിടേക്ക് പോവാണ്. അവൻ ഏത് ലൊക്കേഷനാണോ പറഞ്ഞത് അവിടേക്ക്, അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കാണ്, അതുകൊണ്ട് തന്നെ നിറയെ ആളുകളുണ്ട്. ഇതിനിടയിൽ ആ ഒരു റിപ്പോർട്ടർ വീഡിയോയിൽ ലൈവായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ നടന്ന് പോകുന്നു. അപ്പോൾ ആ ഒരു റിപ്പോർട്ടർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഹാച്ചി അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മുടെ ടീമും ഇവിടെ അലർട്ടായിട്ട് ആ ഒരു റിപ്പോർട്ടറിനെ അന്വേഷിച്ച് നടക്കുന്നു. അതേസമയം ഇവിടെ പോലീസ് സംരക്ഷണത്തിൽ കഴിയുന്ന ജീസു എന്ന് പറഞ്ഞ ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അവനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് ഒരു കോള് വരുന്നു. എടുത്തിട്ട് അവൻ ഈ പോലീസുകാരോട് പറയും, ഇതെൻ്റെ അമ്മയാണ് വിളിക്കുന്നത്, എനിക്കൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് അവൻ ആ ഒരു ഫോണും കൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോവാണ്. അതുമല്ല ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് മറ്റൊരു ഡോർ ഉണ്ടായിരുന്നു, അത് പൂട്ടിയിട്ടത് നമ്മുടെ കില്ലറാണ്. അതുമല്ല കീ എവിടെയാണെന്നുള്ള കാര്യവും ആ ഒരു ഫോണിലോട് തന്നെ കില്ലർ അവന് പറഞ്ഞു കൊടുക്കുന്നതും. ഈ ഒരു മരമണ്ടനാണെങ്കിൽ അത് ആരാണെന്ന് പോലും അറിയാതെ ആ ഒരു കീയും എടുത്ത് അതും തുറന്ന് അവിടെ നിന്ന് പോകുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് നമ്മുടെ സീരിയൽ കില്ലർ തന്നെയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു കില്ലർ എപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കി നടക്കാണ്. അതേസമയം കറുത്ത തൊപ്പിയെല്ലാം ഇട്ടിട്ട് ഒരുത്തൻ ഈ ഒരു റിപ്പോർട്ടറിനടുത്തേക്ക് നടന്നു പോകുന്നു. ഈ ഒരു കാര്യം ഇവർ കാണുന്നതും ഇത് മനസ്സിലാക്കി ഇവരാണെങ്കിലോ പതിയെ അവന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പോവാണ്. എന്തായാലും അവൻ അറിയാം ഹാച്ചി എന്നുള്ള രീതിയിൽ അവന്റെ പുറകെ ഇങ്ങനെ പോകുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ യഥാർത്ഥ കില്ലർ ഉണ്ടല്ലോ, അവനാണിപ്പോൾ ആ ഒരുത്തന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. അതുമല്ല മറ്റാരും അവനെ ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കില്ലർ അവനെ വിടാതെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി. അവനായാലും നല്ല പാർക്കറാണെന്ന് തോന്നുന്നു. അവിടുന്ന് ചാടുന്നു, മരത്തിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുന്നു, അതേപോലെ തന്നെ മുകളിൽ നിന്നല്ല ഉരുണ്ട് വീഴുന്നു. എന്നിരുന്നാലും നമ്മുടെ കില്ലറും വെറുതെയാണോ, പുറകെ തന്നെ അതുപോലെ അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടോ അതുപോലെ തന്നെ പോകുന്നുണ്ട്. കൂടെ നമ്മുടെ ഹീറോയും. പിന്നെ ഒരു അവസരത്തിൽ അവനെ നമ്മുടെ ഹീറോ ജസ്റ്റ് മിസ്സിങ്ങിനെ പിടിക്കുന്ന വരെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവൻ പിടിവിട്ട് നേരെ താഴേക്ക് വീണ് അവിടെ നിന്ന് പിന്നെ ഓടും. നമ്മുടെ കില്ലർ അതേപോലെ തന്നെ ഹീറോ രണ്ടുപേരും 2 വഴിക്കായിട്ട് അവനെ ഫോളോ ചെയ്തിങ്ങനെ വരികയാണ്. ഒരവസരത്തിൽ നമ്മുടെ കില്ലർ പെട്ടെന്ന് ആ ഒരു തന്നെ പിടിച്ച് താഴേക്കിട്ട്, അത് നല്ല നീളമുള്ളൊരു പടിക്കെട്ടാണ്, അതിലൂടെ വന്ന് വീണിട്ട് നമ്മുടെ കില്ലർ എന്താ ചെയ്യുന്ന വെച്ചാൽ അവനെ പിടിച്ച് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുന്ന സമയത്ത് കില്ലർ മനഃപൂർവ്വം ആ ഒരുത്തനെ പിടിച്ച് നമ്മുടെ കില്ലറിന്റെ ആ ഒരു ഫൈറ്റിംഗ് ടെക്നിക്ക് ഉണ്ട്, അതുപയോഗിച്ച് അവനെ പിടിച്ച് ആ ഒരു സ്റ്റെപ്പിലേക്കെല്ലാം നല്ലതൊരു ഇടിക്കുന്നതും ഈ ഒരു പടിക്കെട്ട് വഴി വരെ ഉരുണ്ടു പോകുന്നത് കൊണ്ട് തന്നെ കാണുന്നവർക്ക് ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ താഴെ വീഴുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കില്ലർ അവനെ ഇടിച്ച് കൊന്നിരുന്നു. കൊല്ലുന്നില്ല, ആ ഒരു അവസ്ഥയിലെത്തി നമ്മുടെ ഹീറോയിൻ ടീം ഓടി അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കില്ലറിനും എണീക്കാൻ കഴിയുന്നില്ല, അവനും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ആ ഒരു കറുത്ത തൊപ്പിക്കാരനുണ്ടല്ലോ, അവനെ എന്തായാലും നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നതിന് ശേഷമാണ് നമ്മുടെ ഹീറോ ഇവർക്കൊരു ടെസ്റ്റ് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ആ ഒരു കറുത്ത തൊപ്പിക്കാരനുണ്ടല്ലോ അവൻ ഒരിക്കലും ഹാച്ചിയല്ല,
ഏയ് നീ എന്താ ഈ പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഇത്രയും വലിയൊരു കില്ലർ അത്രയും ജനങ്ങളുടെ മുന്നിൽ അതും ആ ഒരു മരമണ്ടൻ റിപ്പോർട്ടറിന്റെ പേരും പറഞ്ഞിട്ട് അവിടേക്ക് വരുമെന്നാണോ? ഒരിക്കലുമില്ല. ഇതാ ഒരു റിപ്പോർട്ടർ അവന്റെ ചാനലിന് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരാളെ ഇതുപോലെ ഹാച്ചി എന്നുള്ള പേരിൽ കെട്ടിച്ചമച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. അതറിയാത്ത ആ ഒരു പാവം പയ്യനാണ് ഇതിനകത്ത് കിടക്കുന്നത്. അത് ഞാൻ തന്നെ അവനെ കൊണ്ട് പറയിക്കാം എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അടുത്തൊരു ന്യൂസ്. വേറെ ഒന്നുമല്ല, ജീസു എന്ന് പറഞ്ഞ ആ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് കേൾക്കുന്നതും ഇവർ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവൻ കൊന്ന ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അവര് മരിച്ചു കിടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇവനെ കൊണ്ടുവന്നിടുന്നത്. അതുപോലെ നമ്മുടെ സീരിയൽ കില്ലർ എങ്ങനെയാണ് ചെയ്യുന്നത്, ബാധിക്കപ്പെട്ടവർക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് കുറ്റവാളികളെയും സീരിയൽ കില്ലർ കൊന്നിടുന്നത്. ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു ലേഡി താഴെ വീണ് അവരുടെ തല പൊട്ടിയിട്ടാണ് അവർ മരിച്ചത്. അതുപോലെ തന്നെ ഇവന്റെ തലയും പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവൻ മരിച്ചത് തല പൊട്ടി രക്തം പോയിട്ടല്ല, ഇവന്റെ കഴുത്ത് ഞെരിച്ചാണ് അവനെ കൊന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇവന്റെ ശരീരം ഇവിടേക്ക് കൊണ്ടുവന്ന് ഇടുമായിരുന്നു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് കൂടി നിന്ന ആ ഒരു ജനങ്ങളുണ്ടല്ലോ, അവരിങ്ങനെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇവനൊക്കെ മരിച്ച ആർക്കാ കുഴപ്പം, തെറ്റ് ചെയ്തവന്മാർക്കല്ല ഇതുപോലെ തന്നെ ശിക്ഷ കിട്ടണം. ഇതെല്ലാം പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിക്കുമ്പോൾ കേട്ട ഹീറോയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഡേയ് എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി എന്നെ അടിച്ച് മരിക്കണം. അല്ല അതിലെന്താണ് ഈ ഒരു നല്ല കൊലപാതകം, മോശം കൊലപാതകം, അങ്ങനെയൊക്കെ ഒരു കൊല ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, അതാരായാലും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അടുത്തത് നേരെ ആ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ റിപ്പോർട്ടർ, അവനെ കാണാനായിട്ട് ചെല്ലാണ്. എന്നിരുന്നാലും അവൻ അടങ്ങിയിരിക്കുമെന്നാണോ? ഇപ്പോൾ അവിടെ നടന്ന ആ ഒരു സംഭവത്തെ വെച്ചിട്ട് പോലീസുകാർ വന്ന് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ ഹാച്ചിയെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പോലീസുകാർ വന്ന് അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ ഹീറോ അവിടേക്ക് വന്നിട്ട് അവനെ കൊത്തിന് പിടിച്ച് ഡയറക്റ്റായിട്ട് പറയത്തില്ല, നീ കാരണം ഹോസ്പിറ്റലിൽ ആ ഒരു പയ്യന്റെ ഗേൾ ഫ്രണ്ട് എന്നെ കാണാനായിട്ട് വന്നിരുന്നു, അവൾ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു, അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞെന്ന് പറയുമ്പോൾ അവൻ പറയും, അതെ സാർ, സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടാനും വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്, അറിയാതെ സംഭവിച്ചതാണ്, ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഹീറോയുടെ കാല് പിടിക്കുമ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവനോട് സംസാരിക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ ഹീറോയുടെ മകനുണ്ടല്ലോ ആ ഒരു പയ്യന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് നല്ലതുപോലെ ഉപദ്രവിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ സീരിയൽ കില്ലർ ഇങ്ങനെ കയറി വരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഹീറോയുടെ മകനെ ഉപദ്രവിക്കുന്ന ആ ഒരു പയ്യന്മാരെല്ലാം നല്ലതുപോലെ അടിച്ച് അവന്മാർക്കിട്ട് നല്ല പണിയും കൊടുത്ത് നമ്മുടെ ഹീറോയുടെ മകനെ രക്ഷിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴറിയത്തില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേസമയം ഇവിടെ സ്റ്റേഷനിലെ നമ്മുടെ ഹീറോ ക്യാപ്റ്റനുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് അതിനകത്തേക്ക് വന്ന നമ്മുടെ ലേഡി പോലീസുകാരുണ്ടല്ലോ, അവർ പെട്ടെന്ന്, സാർ നിങ്ങളുടെ ഭാര്യ ഒരുപാട് നേരമായിട്ട് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അയ്യോ ഫോൺ ഞാൻ കാറിൽ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഹീറോ ഓടി വന്ന് കാറിലിരിക്കുന്ന ആ ഒരു ഫോൺ എടുത്ത് അവന്റെ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു കാര്യം ഒളിച്ചു നിന്ന് നമ്മുടെ കില്ലറിനെ നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കില്ലർ ഹീറോയുടെ ഫോൺ എങ്ങനെയോ ഹാക്ക് ചെയ്തു, അതുകൊണ്ട് ഇനിയിപ്പോൾ ഹീറോ ആരോടൊക്കെ സംസാരിക്കുന്നു അതെല്ലാം കില്ലറിന് കേൾക്കാൻ കഴിയും. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ജീസു എന്ന് പറഞ്ഞ ആ ഒരു കുറ്റവാളി അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ വെളിയിൽ കാറിൽ ഒരുത്തൻ വന്നിരുന്നിട്ട് കില്ലറിനെ പോലെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരുന്നല്ലോ. ഇപ്പൊ അവനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ഏതോ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് മാറി നിൽക്കുന്ന നമ്മുടെ കില്ലർ ഒരു ലേസർ ലൈറ്റ് വെച്ച് അവന്റെ കാറിന് മുന്നിൽ ഒരു ബോക്സ് ഉണ്ട്, അതിങ്ങനെ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും അവൻ ആ ഒരു ബോക്സ് വന്ന് തുറന്ന് നോക്കുന്നതും അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോൾ റോഡിലൂടെ നല്ല സ്പീഡിന് പോകുന്ന 12 ബൈക്കേഴ്സ് ഉണ്ട്. അവരെ ഇവൻ ഈ ഒരു കാർ കൊണ്ടുവന്ന് എല്ലാവരെയും ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. ഇപ്പൊ ആ ഒരു കാർ കൊണ്ടുവന്ന് ഇടിച്ചല്ലോ, അവനെന്തായാലും നമുക്ക് ഹീസു എന്ന് വിളിക്കാം. അങ്ങനെ ഹീസു എന്ന് പറഞ്ഞ ആ ഒരുത്തനാണെങ്കിലും ഈ ഒരു 12 പേരെ ഇടിച്ചല്ലോ, അതിൽ ആ ഒരു 12 പേരും മരിച്ചു. അതുമല്ല അടുത്തുള്ള ആ ഒരു CCTVയിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം പതിഞ്ഞിട്ട് ഹീസു എന്ന് പറഞ്ഞ അവൻ ഓടിച്ചിരുന്ന ആ ഒരു കാറ്, അവന്റെ മുഖം എല്ലാം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ടീം അറിഞ്ഞിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതേ നമ്മുടെ സീരിയൽ കില്ലറാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ ഹീസു മിലിറ്ററിയിലാണ് ജോലി ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് ഇവന്റെ ഗേൾ ഫ്രണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇതേ 12 പേരടങ്ങുന്ന ആ ഒരു ബൈക്കേഴ്സ് നിയന്ത്രണമില്ലാതെ വണ്ടി ഓടിച്ച് അവന്റെ ഗേൾ ഫ്രണ്ടിനെ ഇടിച്ച് കൊല്ലുമായിരുന്നു. പക്ഷെ അവർക്കാണെങ്കിലോ അതിനുള്ള ശിക്ഷ കിട്ടിയില്ല. അങ്ങനെ ഹീസു ആണെങ്കിലും പിന്നീട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മിലിറ്ററിയിൽ നിന്നും ആ ഒരു ജോലി കളഞ്ഞ് 2 വർഷത്തിന് ശേഷം ഏത് ബൈക്കർമാരാണോ അവന്റെ കാമുകിയെ കൊന്നത് അവരെയും അവൻ അതുപോലെ തന്നെ ഇടിച്ച് കൊല്ലുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവനായിരിക്കും ഹാച്ചി എന്നുള്ള രീതിയിൽ നമ്മുടെ കില്ലർ ഇപ്പോൾ റൂട്ട് മാറ്റി ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള 5 പേരും അതേപോലെ തന്നെ ആ ഒരു കില്ലർ ഉണ്ടല്ലോ അവനും കൂടി ചേർന്നിട്ട് മൊത്തം ഒരു 6 പേര് ആ CCTVയിലുള്ള ഈ ഒരു കാറ് എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാക്കി ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഈ ഡ്രഗ് മയക്കുമരുന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം അധികമായിട്ട് യൂസ് ചെയ്യുന്നവരുള്ളത്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു കാറ് കാണുന്നു.
അങ്ങനെ പുറകിൽ ചെന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ഈ 12 ബൈക്കർമാരുണ്ടല്ലോ അവരുടെ ഫുൾ ഡീറ്റെയിൽസ്, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത പോലീസുകാർ, അവരെ സഹായിച്ചവര്, ഇവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാറിന്റെ പുറകിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ 6 പേരും രണ്ടു പേരായിട്ട് പലയിടങ്ങളിലായിട്ട് തിരിഞ്ഞ് ഹീസുവിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം ഹീസുവിനെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഹീറോയും കില്ലറും കൂടി ചേർന്നിട്ട്. അതുപോലെ കില്ലറിനെ പറ്റി ഹീറോയ്ക്ക് അറിയാലോ, ഇവൻ ഇത്തിരി എടുത്തുചാട്ടക്കാരനാണ്, നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഹീറോ പറയും, ഞാൻ നമ്മുടെ ടീമിനെ വിളിക്കട്ടെ, നീ ഒന്നും ചെയ്യരുത്, അടങ്ങിയിരിക്കണം, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെളിവ് പോവും, അതുകൊണ്ട് ഇവനാണ് ഹാച്ച് ചെയ്ത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ ഫോണിൽ സംസാരിക്കാണ്ട് മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കില്ലർ നേരെ അകത്തേക്ക് കയറി വന്ന് അടുത്തുള്ളൊരു സിറിഞ്ചെടുത്ത് അവന്റെ കാലിലേക്ക് കുത്തിയിട്ട് അത് ഹീസു കുത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹീസുവിനോടൊപ്പം ഇവ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കില്ലർ വിചാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഹീസു എന്ന് പറഞ്ഞ ഇവനാണ് ഹാച്ചി എന്നിപ്പോ ഏകദേശം വിശ്വസിപ്പിച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇവനെ അങ്ങ് കൊന്നു കഴിഞ്ഞാല് പിന്നെ ഹാച്ചി നമ്മുടെ സീരിയൽ കില്ലറാണെന്ന് വേറെ ആരും മനസ്സിലാക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവനിപ്പോ അവനോട് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ഓടി ചെന്നിട്ട് അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ബാക്കി മയക്കുമരുന്ന് യൂസ് ചെയ്ത എല്ലാവരും കൂടി ചേർന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരിപ്പോ ഹീറോയെ തടഞ്ഞു വെക്കുകയാണ്. ഹീറോ പറയും, ഡേ ഇവരുടെ പ്രാന്തന്മാരെന്നെല്ലാം പറഞ്ഞ് ഒരു വിധത്തില് നമ്മുടെ കില്ലറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കില്ലറിനോട് പറയും, ഹേയ് അവന് വിടെന്നെല്ലാം പറഞ്ഞ് കില്ലറിനെ പിടിച്ച് മാറ്റുമ്പോഴത്തേക്കും ഹീസു ഹീറോയെ അടിച്ചു കളഞ്ഞ് അവിടെ നിന്ന് ഓടുകയാണ്. അപ്പൊ ഇതിനിടയിൽ നല്ലൊരു ചേസിങ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആ ഒരു ചേസിങ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വരികയാണ്. അങ്ങനെ ഇവർ 6 പേരും ഹീസുവിനെ പിടിക്കാനായിട്ട് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ 6 പേരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവനെല്ലാവരെയും അടിച്ചു കളഞ്ഞിങ്ങനെ പോവാണ്. അതുമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കില്ലറിന്റെ കയ്യിൽ അവനെ കിട്ടുമ്പോഴത്തേക്കും കില്ലർ അവനെ കൊല്ലാനുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം കില്ലറിന്റെ പ്ലാൻ എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ തന്നെ അറിയാം. ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കില്ലറിനെ പിടിച്ച് മാറ്റണോ ഹീസുവിനെ രക്ഷിക്കണോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിന് അവസാനം നമ്മുടെ ഹീറോ ഉൾപ്പെടെ അവന്റെ ടീമിലുള്ള 5 പേരും ടയേർഡായിട്ട് അവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കില്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓടി വന്ന് ഹീസുവിനെ പിടിച്ച് അങ്ങനെ തിരിയും. എന്നിട്ട് ഹീസു കില്ലറിനെ താഴേക്ക് തള്ളിവിടുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്ന് പെട്ടെന്ന് ഹീസുവിനെ പിടിച്ച് താഴേക്കൊരു ഒറ്റയേറി ഇവർ 2 പേരും വന്ന് വീഴുന്നുണ്ട്. പക്ഷെ നമ്മുടെ കില്ലർ സേഫ് ആയിട്ട് അടുത്തുള്ളൊരു ഷെഡിന് മുകളിലേക്കാണ് വന്ന് വീഴുന്നത്. അതുകൊണ്ട് കാണുന്ന ആർക്കും ഒരു സംശയവും വരത്തില്ല. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. താഴേക്ക് വീഴുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ടീമും ഓടി വന്നിട്ട് ഹീസുവിനെ അങ്ങ് പിടിക്കുകയും ചെയ്യുന്നു. താഴെ വീണ നമ്മുടെ കില്ലറിനെ ഇവരെല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കില്ലറിന്റെ മുകളിൽ സംശയം തോന്നി തുടങ്ങി. കാരണം ഇവര് ഹീസുവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ കില്ലറിന്റെ ആ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവനെ കൊല്ലണമെന്നുള്ള രീതിയിലാണ് അവൻ എപ്പോഴും ശ്രമിക്കുന്നത്. ഓക്കെ, അവിടെ വെച്ചൊന്നും ചോദിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഹീസുവിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കില്ലറിനെ ഉണ്ടല്ലോ അവനെ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം അവന് നിസ്സാര പരിക്കുകളുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവർ പിടിച്ചുകൊണ്ടുവന്ന ഹീസു എന്ന് പറഞ്ഞ അവനെ ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഷെടാ, കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവനെ പിടിച്ച് ഇപ്പൊ ചോദ്യം ചെയ്യുന്നത് വേറൊരു ടീം. ഹീറോയ്ക്ക് എങ്ങനെയുണ്ടാവും? അങ്ങനെ ഇതിനെപ്പറ്റി നമ്മുടെ ചീഫിനോട് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചീഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ചേർത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു കേസിലേക്ക് വന്നതിന് ശേഷം എത്ര കൊലപാതകം, എന്തൊക്കെ സംഭവങ്ങൾ, അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഒരു കേസിൽ വേണ്ട, അവരന്വേഷിച്ചോളും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഒരു കേസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്കാണ് അറിയുന്നത്. ഒരുപക്ഷെ ഈ പിടിച്ചുകൊണ്ട് വന്നവൻ ഒരിക്കലും ഹാച്ചി അല്ലെങ്കിലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നെല്ലാം ചോദിക്കുമ്പോൾ അതൊന്നും കാര്യമാക്കാതെ ആ ഒരു ചീഫ് ഇവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഹീറോ ആയാലും ശരി, ഇങ്ങനെ തന്നില്ലെങ്കിൽ തരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു കേസ് അന്വേഷിച്ച് തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഈ ഒരു കേസ് ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങാണ്. അങ്ങനെ ആ ഒരു ഫോറൻസിക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവസാനം മരിച്ച ഒരുത്തനുണ്ടല്ലോ ജീസു എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ, അവനെ മറ്റൊരിടത്ത് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കഴുത്ത് ഞെരിച്ച പാട് കാണുമ്പോഴത്തേക്കും അതൊരു കയർ ഉപയോഗിച്ചോ അതേപോലെ തന്നെ കൈ ഉപയോഗിച്ചോ ഒന്നുമല്ല അവനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുള്ളത്, വേറെ എന്തോ ഉപയോഗിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. ഒരുപക്ഷെ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു ഡോക്ടർ പറയും, ഒരുപക്ഷെ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കാല് വെച്ചിട്ട് ഒരാളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോഴത്തേക്കും ഈ 2 കാലുകൾക്കിടയിൽ കഴുത്ത് കുരിയാൻ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണിത്. അപ്പോൾ ഹീറോ പറയും, സാർ അതെങ്ങനെ സാധ്യമാവും, അതെങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ആ ഒരു ഡോക്ടർ 1-2 വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ടെസ്റ്റിന് മേലെ ടെസ്റ്റും അതേപോലെ തന്നെ സംശയവും കൂടുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കില്ലറിന്റെ വീഡിയോസ് 1-2 കാണുമ്പോഴത്തേക്കും നമ്മുടെ കില്ലറിന് നല്ലതുപോലെ ഫൈറ്റിംഗ് ടെക്നിക്കെല്ലാം അറിയാലോ. അതുമല്ല, ഒരു വീഡിയോയിൽ നമ്മുടെ കില്ലർ കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ പിടിച്ച് ലോക്ക് ചെയ്തിങ്ങനെ വെച്ചിരുന്നു. അതിൽ നമ്മുടെ കില്ലർ യൂസ് ചെയ്തിരുന്ന ആ ഒരു ടെക്നിക്ക് കാലുകൊണ്ട് കഴുത്തിങ്ങനെ ഞെരിക്കുന്ന രീതിയിൽ. അതുമല്ല, ഓരോ ഫൈറ്റിലും കില്ലർ ഇതുപോലെ തന്നെ കാല് വെച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും കൺഫേം ചെയ്യാണ് നമ്മുടെ കില്ലർ തന്നെയാണ് ഹാച്ചി എന്നുള്ള കാര്യം. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ അവന്റെ ടീമിനെ വിളിച്ചിട്ട്, ഇവനാണ് കില്ലർ,
നമ്മുടെ ആ ഒരു പുതിയ പയ്യനുണ്ടല്ലോ, അവൻ തന്നെയാണ് ഹാച്ചി, അവനാണ് എല്ലാവരെയും കൊല്ലുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഇവിടെയാണ് നമ്മുടെ ഹീറോ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കില്ലർ ആൾറെഡി ഹീറോയുടെ ഫോണ് ഹാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഹീറോ സംസാരിക്കുന്ന എല്ലാ കാര്യവും കില്ലറിന് കേൾക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹീറോ പറയുന്ന ഈ ഒരു കാര്യവും നമ്മുടെ കില്ലർ ഹോസ്പിറ്റലിൽ കിടന്ന് കേൾക്കാണ്. അങ്ങനെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവന്റെ ടീമിനോട് ഈ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം, ആ ഒരു വീഡിയോ, പിന്നെ അവന്റെ ആ ഒരു ഫൈറ്റിംഗ് ടെക്നിക്ക് ഉണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ടുള്ള ആ ഒരു കാര്യം, ഇവനാണ് കില്ലർ എന്നുള്ള രീതിയിൽ ഈ ടീമിനോട് പറയുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് പറയും, അല്ല നീ പറയുന്നത് ഇപ്പൊ എങ്ങനെ ശരിയാവും, ഫൈറ്റ് അറിയാവുന്ന എല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനാണ് ഈ ഒരു കൊലയാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അടുത്തൊരു ടെസ്റ്റ് ഇവർക്ക് കൊടുക്കുന്നത്. ഇതിനു മുന്നേ ഇവർ കാണിച്ച ആ ഒരു വീഡിയോയിൽ റോഡിൽ കത്തിയും വെച്ചിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരുത്തനെ നമ്മുടെ കില്ലർ അടിച്ച് താഴെ കിട്ടിയിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു കത്തിയും പിടിച്ചുകൊണ്ട് നിന്നത് വേറെ ആരുമല്ല, ഇപ്പോൾ ഇവർ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഹീസു എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തൻ തന്നെയാണ്. അവന്റെ കാമുകി മരിച്ചതിന് ശേഷമാണ് അവൻ അങ്ങനെ ആയത്. അതുപോലെ അവൻ ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ടാണ് അന്ന് റോഡിൽ വെച്ചിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇത് മനസ്സിലാക്കി നമ്മുടെ കില്ലർ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവന്റെ ഹിസ്റ്ററി എന്താണെന്ന് കില്ലർ മനസ്സിലാക്കി അവന്റെ കാമുകിയെ കൊന്നവരെ അവനെ വെച്ച് തന്നെ കൊല്ലാൻ വേണ്ടി നമ്മുടെ കില്ലർ തന്നെ പ്ലാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നിന്റെ കാമുകിയെ കൊന്ന എല്ലാവരും നിനക്ക് കൊല്ലണം, അവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തു തരാം. അതിനുവേണ്ടി നീ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ഹാച്ചിയായിട്ട് അഭിനയിക്കണം. അതുമല്ല, ആദ്യം ആ ഒരു റിപ്പോർട്ടർ ഹാച്ചി എന്ന് പറഞ്ഞവർ തന്നെ കൊണ്ടുവന്നപ്പോൾ അവനെ ആ ഒരു പടിക്കെട്ടിൽ വെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചല്ലോ. അന്ന് ആ ഒരു കില്ലർ വിചാരിച്ചത് അവനെ കൊന്നു കഴിഞ്ഞാൽ ഹാച്ചി മരിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ഒരു കേസ് അവസാനിപ്പിക്കും. അതായിരുന്നു കില്ലറിന് വേണ്ടത്. പക്ഷെ അതൊരിക്കലും നടന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത് ഹീസു എന്ന് പറഞ്ഞ മറ്റൊരുത്തനെ ഹാച്ചിയാക്കി മാറ്റി അവനെയും കൊല്ലാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അത് നടന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മൾ കൂടെ കൊണ്ട് നടന്നത് ഒരു പാമ്പിനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു ടീമിന് കാര്യം മനസ്സിലായി. അപ്പൊ ആ ഒരു ക്യാപ്റ്റൻ ആണെങ്കിലോ ഹീറോയോട് പറയും, ശരി ഇതെങ്ങനെയെങ്കിലും ചീഫിനോട് പറയണമല്ലോ, കാരണം ചീഫിന്റെ അടുത്തിരിക്കുന്നവൻ ഒരിക്കലും ഹാച്ചിയല്ല എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ക്യാപ്റ്റൻ നേരെ ചീഫിനോട് സംസാരിക്കാൻ ചെല്ലും. അങ്ങനെ ചീഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ചീഫ് അതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ തിരിച്ച് നമ്മുടെ ക്യാപ്റ്റനെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ച് ഓരോ കാര്യങ്ങളായിട്ട് ചീഫിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ കില്ലറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവരെല്ലാം പറയുന്നത് കേട്ട് ഇനിയിപ്പോൾ കില്ലർ അവിടെ വെറുതെ ഇരിക്കാൻ പോകണോ? ഒരിക്കലുമില്ല, അവിടെ നിന്ന് എപ്പോഴേ രക്ഷപ്പെട്ടു പോയി. അതേസമയം നമ്മുടെ ഹീറോയെ അവന്റെ ഭാര്യ വിളിക്കുന്നു. എന്താണ് കാര്യം തിരക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പെണ്ണെ കണ്ടിരുന്നല്ലോ, 2 കുട്ടികളൊക്കെ ഉള്ള, അവരുടെ അടുത്ത് നിന്നാണ് ആ ഒരു ഭാര്യ വിളിക്കുന്നത് അവരുടെ അമ്മയെ ആ ഒരു പെണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ഹീറോ പറയും, ശരി അതിനെപ്പറ്റി ഞാൻ എന്തായാലും അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നതും ഇപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഹീറോയ്ക്ക് ഒരു കോൾ വരികയാണ്. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല നമ്മുടെ കില്ലർ. അപ്പോൾ ഹീറോ പറയും, ഓ നീയാണ് ഹാച്ചി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് കില്ലർ പറയുന്നത്, ഹാച്ചിയോ? അല്ലെങ്കിൽ ഞാനാണ് ഹാച്ചി എന്ന് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പേര് വെച്ചതാരാണ്? അതെനിക്കറിയത്തില്ല. ആ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, റിപ്പോർട്ടർ, അവനായിരിക്കാം. നിങ്ങൾ പോലീസുകാർ നീതി നടപ്പാക്കാത്തത് കൊണ്ട് ഞാനത് നടപ്പാക്കി, അതുകൊണ്ട് ജനങ്ങൾ വെച്ച പേരാണത്, അല്ലാതെ ഞാൻ ഒരിക്കലും എനിക്ക് വെച്ച പേരല്ല എന്നെല്ലാം പറയുമ്പോൾ ഓക്കെ അതെല്ലാം പോട്ടെ. ആ ഒരു ജാപ്പനീസ് ലേഡിയെ കാണാനില്ല, അവളെ തട്ടിക്കൊണ്ട് പോയത് നീയാണെന്ന് ഒരിക്കലും എന്നോട് പറയരുത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും കില്ലർ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി, ഓക്കെ നീ തന്നെയാണ്. ശരി, അവളെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കില്ലർ പറയും, ഓക്കെ അവളെ സംരക്ഷിക്കാൻ വരട്ടെ, അതിനു മുന്നേ നിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയോട് പറയുമ്പോൾ ഹീറോ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീഡിയോയിലുള്ളത് ഇവന്റെ ക്ലാസ്സിലെ പയ്യന്മാര് അവനെ ഉപദ്രവിക്കല്ലോ, ആ ഒരു പയ്യന്മാര് തന്നെ ഇപ്പോൾ ഹീറോയുടെ മകനെ അവിടെ കെട്ടിയിട്ട് അവരുടെ മുഖത്ത് മാസ്ക് എല്ലാം ഇട്ട് അവന്റെ ദേഹത്തേക്ക് പെട്രോളെല്ലാം ഒഴിച്ച് അവനെ കത്തിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ ഹീറോയുടെ മകനെ രക്ഷിച്ച് ആ ഒരു പയ്യന്മാരെല്ലാം ഉപദ്രവിച്ചത് വേറെ ഒന്നും കണ്ടല്ല, അവന്മാരെല്ലാം അടിച്ച് അടിമയാക്കിയിട്ട് ഇതുപോലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കില്ലർ പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഹീറോയ്ക്കായാലും മനസ്സിലായി എന്തായാലും ഇവനാണ് കില്ലർ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം അവന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണും എന്തായാലും ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതിനു മുന്നേ തന്നെ അവൻ ഹീറോയോട് ഫോൺ ഹാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അടുത്തുള്ളൊരു ഫോൺ ബൂത്തിൽ നിന്നും നമ്മുടെ ക്യാപ്റ്റനെ വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. അതുമല്ല, നമ്മുടെ കില്ലർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കാര്യം, അവൻ കടത്തിക്കൊണ്ട് വെച്ചിരിക്കുന്ന ആ ഒരു ജാപ്പനീസ് പെണ്ണുണ്ടല്ലോ, അവളല്ലാതെ ആ ഒരു യൂട്യൂബർ റിപ്പോർട്ടറും അവനെ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അവനെ ഒരു ചെയറിൽ കെട്ടിവെച്ചിട്ട് അവന് ചുറ്റിനുമായിട്ട് ഈ ഒരു കുപ്പികൾ പൊട്ടിച്ചിട്ടേക്കാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അവൻ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ ഒരു കുപ്പീന്റെ മുകളിലേക്ക് തന്നെ വീഴും, ദേഹം മുഴുവൻ മുറിഞ്ഞ് അവൻ എന്തായാലും അവിടെ വെച്ച് മരിക്കും. അതേപോലെ തന്നെ ആ ഒരു ജാപ്പനീസ് ലേഡി ഉണ്ടല്ലോ, അവളെ എങ്ങനെയാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ മുന്നിലായിട്ട് അവളെ ഇങ്ങനെ ഇരുത്തി കൈയും കാലെല്ലാം കെട്ടിവെച്ചിട്ട്
ഈ കണ്ണാടി പൊട്ടിച്ച ഒരു മൂർച്ചയുള്ള പൈപ്പും അവളുടെ മുന്നിലായിട്ട് കെട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നേരെ ഉരുണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് മുന്നിലുള്ള ആ ഒരു ഇരുമ്പ് പൈപ്പ് ഉണ്ടല്ലോ, അത് തറച്ച് ഇവളുടെ കഴുത്തിൽ കയറി അവൾ മരിക്കും. ആ ഒരു രീതിയിലാണ് ഇവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം ഇതുപോലെയാണ് അവളുടെ ഭർത്താവ് മരിച്ചുപോയത്. പക്ഷെ അതൊരു ആക്സിഡന്റ് ആണെന്ന് ഈ ഒരു കില്ലറിനെ ഇതുവരെ അറിയത്തില്ല. ഇവളെ കൊന്നെന്ന് പറഞ്ഞിട്ടാണ് ഇവളെ കൊല്ലാൻ വേണ്ടി കില്ലർ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് തന്റെ മകനെ രക്ഷിക്കണം, ഇവിടെ ആ ഒരു റിപ്പോർട്ടറിനെ രക്ഷിക്കണം, അതേപോലെ തന്നെ ഈ ഒരു പെണ്ണിനെ രക്ഷിക്കണം. അതേ സമയം നമ്മുടെ കില്ലർ ഇപ്പോൾ ഹീറോയെ വിളിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഹേയ് നീയാണ് ഹാച്ച് ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ മാത്രമല്ലേ നീ ഉപദ്രവിക്കൂ. ഈ ഒരു പെണ്ണിനെ എന്തിനാണ് പിടിച്ചു വെച്ചേക്കുന്നത്? അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ പേര് ഹാച്ച് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിന്റെ മുന്നിലിരിക്കുന്ന ആ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അവനായിട്ട് വെച്ച പേരാണിത്. ഓക്കെ ശരി, ഇനിയിപ്പോൾ നിനക്കും ഹാച്ചി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു ക്യാമറ ആ ഒരു കില്ലർ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു യൂട്യൂബർ ഹാച്ചി ഇല്ലാത്തൊരു പേര് പറയുന്നത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഹാച്ചി ആവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഹീറോയെ ഹാച്ചിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കില്ലർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കില്ലറിനെ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യാം. ഇപ്പൊ അവന്റെ മേലുള്ള ഈ ഒരു കേസ് മുഴുവനായിട്ട് നമ്മുടെ ഹീറോയുടെ തലയിൽ വന്ന് പെടുകയും ചെയ്യും. അതുമല്ല നമ്മുടെ ഹീറോയ്ക്കെതിരായിട്ട് ഇനിയും തെളിവുണ്ട്. വേറെ ഒന്നുമല്ല, ഹീറോ ആ ഒരു ക്യാപ്റ്റനുമായിട്ട് വീടിന് വെളിയിൽ കാറിലിരുന്ന് സംസാരിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ടല്ലോ, ഇവനെ പോലെയുള്ളവന്മാരെയൊക്കെ സംരക്ഷിക്കാനായിട്ടാണോ നമ്മളെല്ലാം നിൽക്കുന്നത്, ഇവനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ പണി കൊടുക്കണം എന്നല്ല ഹീറോ പറയുമല്ലോ. ആ ഒരു കാര്യമെല്ലാം ഒരു മൈക്ക് ക്യാപ്റ്റന്റെ കാറിൽ നമ്മുടെ കില്ലർ തന്നെ ഒളിപ്പിച്ചു വെച്ച് ഇതെല്ലാം റെക്കോർഡ് ചെയ്തു. അതേപോലെ തന്നെ കില്ലറിനോടായാലും ഒരു അവസരത്തിൽ സംസാരിക്കും, ഇവനെയൊക്കെ സംരക്ഷിക്കുന്നതിനെക്കാട്ടി നല്ലത് നാട് റോഡിൽ വെച്ചിട്ട് അവൻ്റെ തലയിൽ ഷൂട്ട് ചെയ്യണമെന്ന്. ആ ഒരു കാര്യം ഇതെല്ലാം വെച്ച് ഇപ്പോൾ ഹീറോയ്ക്കെതിരായിട്ട് തെളിവായി. കാരണം ഹീറോ ഇങ്ങനെയെല്ലാം സംസാരിച്ചത് കൊണ്ട് തന്നെ ഹീറോ ആണ് ഹാച്ചി, ഹീറോ ആണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നേ ആളുകൾ വിശ്വസിക്കത്തുള്ളൂ. എന്നിട്ടിപ്പോൾ നമ്മുടെ കില്ലർ പറയും, ഓക്കെ നിനക്കിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ആ ഒരു കാറിലിരിക്കുന്ന പെണ്ണിനെ ഹാൻഡ് ബ്രേക്ക് എടുത്ത് വെച്ചിട്ട് അവളെ അങ്ങ് കൊന്നേക്ക്. അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടറിനെ ചവിട്ടി താഴേക്കിട്ട് അവനെയും കൊന്നേക്ക്. അപ്പോൾ അവനാണെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ മകനെ രക്ഷിക്കാൻ കഴിയും. ഇനിയിപ്പോൾ 2ാമത്തെ ഓപ്ഷൻ, നീയാണ് ഹാച്ച് ചെയ്യുന്നത് അങ്ങ് സമ്മതിച്ച് നിന്റെ മകൻ എന്തായാലും അതിൽ മരിക്കുകയും ചെയ്യും, ഇവരെ രണ്ടുപേരെ നിനക്ക് രക്ഷിക്കുകയും ചെയ്യാം. ഏത് വേണമെന്ന് നീ തന്നെ തിരഞ്ഞെടുത്തോ. അപ്പോൾ ഹീറോ എന്ത് ചെയ്യും? ഹീറോ ഓടിച്ചെന്നിട്ട് ആ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കില്ലറും ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, ഒളിച്ച് നിൽക്കുമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ടാണ് ഹീറോയുടെ മകന്റെ ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചിട്ട്, കുഴപ്പമില്ലല്ലോ, നിന്റെ മകന്റെ ജീവൻ രക്ഷിച്ചില്ലെങ്കിലും അവളെ നിനക്ക് രക്ഷിക്കണം. ഓക്കെ നീ എന്തായാലും നിന്റെ ജോലി ചെയ്യുന്നു, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ജോലി ചെയ്യണ്ടേ? നിന്റെ മകൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ കണ്ടോ എന്നും പറഞ്ഞ് ആ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ അടുത്തൊരു ടെസ്റ്റ് നമ്മുടെ ഹീറോ വില്ലന് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, അതിന് മുന്നേ തന്നെ ഹീറോയുടെ മകനുള്ള ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു ലേഡി ഓഫീസർ പിന്നെ സാം, ജെയിംസ് ഇവർ 3 പേരും അവിടേക്ക് ചെന്നു. കാരണം അവന്റെ മകനുള്ള ആ ഒരു ലൊക്കേഷൻ ഇവർ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ആ പയ്യനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഹീറോയ്ക്ക് രക്ഷിക്കേണ്ടത് ഈ ഒരു ജാപ്പനീസുകാരി പെണ്ണിനെയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിപ്പോർട്ടറിനെയും. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ ഓടിച്ചെന്നിട്ട് ആ ഒരു പെണ്ണിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് അതിനിടയിൽ നമ്മുടെ കില്ലർ അതിന്റെ ഹാൻഡ് ബ്രേക്ക് അങ്ങ് വിട്ടുകൊടുക്കുന്നതും ഈ ഒരു വണ്ടി അങ്ങനെ നീങ്ങിപ്പോവാണ്. അയ്യോ, ഈ ഒരു വണ്ടി എവിടേക്കെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെണ്ണിന്റെ കഥ അത്രയേ ഉള്ളൂ. ഇവർ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഹീറോയ്ക്ക് അവളെ രക്ഷിക്കാനും കഴിയുന്നില്ല. വണ്ടി അതിന്റെ പാട്ടിന് അങ്ങനെ പോവാണ്. അതൊരു വലിയ ടണലാണ്, അതുകൊണ്ട് ഓടി അങ്ങ് പോവാണ്. എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുമല്ല നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ വില്ലനോട് ഇടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം വില്ലൻ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹീറോയെ കൊണ്ട് കഴിയത്തില്ല അവനോട് പിടിച്ചു നിൽക്കാനായിട്ട്. അതേ സമയമാണ് ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ഹീറോ ഉള്ള ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് ക്യാപ്റ്റന്റെ കാർ ഓടിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കാണ് എതിർവശത്ത് ഈ ഒരു വണ്ടി വരുന്നത് ക്യാപ്റ്റൻ കാണുന്നത്. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചങ്ങ് നിർത്തുന്നതും വണ്ടിയുടെ പുറകു വശം വന്ന് ആ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് ഇടിക്കുമ്പോൾ ഈ മുന്നിൽ കെട്ടി വെച്ചിരുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ അത് തെറിച്ചങ്ങ് പോകുന്നതും ഈ ഒരു പെണ്ണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. അതേ സമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ ഹീറോയെ അടുത്തുള്ളൊരു കവറിനടുത്തേക്ക് ചേർത്ത് നിർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഹീറോ ഒരു വിധത്തിൽ ആ ഒരു കവറും കീറി വെളിയിലേക്ക് വന്നിട്ട് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഹീറോ വില്ലനെ തൂക്കിയെടുത്ത് ആ ഒരു കുപ്പി പൊട്ടിച്ചിട്ടേക്കുന്നല്ലോ അവിടേക്ക് കൊണ്ടുവന്നൊരു ഒറ്റയടി. എന്നിട്ട് അവിടെ കിടന്നിട്ട് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് ഒരവസരത്തിൽ ഹീറോ അവന്റെ കാല് പിടിച്ച് ആ ഒരു കുപ്പിയോടിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഒരു ഒറ്റ ഇടി. വില്ലന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് വില്ലന്റെ പ്രൈവറ്റ് പാർട്ട് നോക്കി 2 ഇടി കൈ കൊണ്ട് എന്റെ മോനെ വില്ലന് സഹിക്കാൻ കഴിയത്തില്ല. ഇടി കൊണ്ട് വില്ലൻ എഴഞ്ഞെഴഞ്ഞ് മുന്നിലേക്ക് പോവാണ്. ഹീറോ ആണെങ്കിലും പുറകെ വരുന്നുണ്ട്. അങ്ങനെ വില്ലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവിടേക്ക് പോലീസുകാർ വരുന്നു. ഇത് കാണുന്നത് നമ്മുടെ വില്ലൻ എന്താ ചെയ്യുന്നത് വെച്ചാല് അടുത്ത് ഈ ഒരു കമ്പികളെല്ലാം വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ചാരം പോലെ. അത് തള്ളി ഈ ഒരു
റിപ്പോർട്ടർ ഉണ്ടല്ലോ അവന്റെ മുകളിലേക്ക് ഇടാന്ന് പറഞ്ഞിങ്ങനെ തള്ളിയിടുന്നതും ഹീറോ ഓടി വന്ന് അവനിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത് മറിഞ്ഞു വീഴുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഇവർ രണ്ടുപേരും ഉള്ളത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഹീറോ വീണ്ടും വില്ലന്റെ പുറകെ പോവാണ്. അപ്പോഴേക്കും വില്ലനാണെങ്കിലോ അവന്റെ കാറും എടുത്തിട്ട് റിവേഴ്സിൽ ഇങ്ങനെ പുറകിലേക്ക് പോകുന്നു. അങ്ങനെ ഹീറോ പുറകെ ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ വണ്ടിയും കൊണ്ട് വന്നിട്ട് ഹേയ് കേറെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും അവിടെ വണ്ടിയിലൊരു പെണ്ണുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ബാ കേറെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി കില്ലറിനെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോൾ കില്ലറാണെങ്കിലോ കുറച്ച് ദൂരം ചെന്നിട്ട് വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് ഈ ഒരു ടണൽ വഴി പുറത്തേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ കാണിക്കുമ്പോൾ ആ ഒരു ലേഡി പോലീസും ബാക്കിയുള്ളവരും കൂടി ചേർന്ന് ഒരുപാട് പോലീസുകാരെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ കില്ലറിന് എന്തായാലും വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല, പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കില്ലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് വീണ്ടും വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചു വരുന്നു, അത് നല്ല സ്പീഡിൽ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനും ഹീറോയും തിരിച്ചിങ്ങനെ വരല്ലേ, നോക്കുമ്പോഴത്തേക്കും കില്ലർ നല്ല വേഗതയിൽ വരുന്നു. ഇവരെ ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ ഹീറോ വണ്ടി നിർത്താനായിട്ട് ക്യാപ്റ്റനോട് പറയുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ കേൾക്കുന്നില്ല. ഇവിടെ നിന്ന് വില്ല നല്ല വേഗതയിൽ വരുന്നു, അവിടെ നിന്ന് അവർ രണ്ടുപേരും വേഗതയിൽ വരുന്നു. വേഗതയിൽ വന്നിങ്ങനെ ഇടിക്കാനായിട്ട് വരുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കൊടുക്കും. ആ ഒരു സമയത്ത് ഇവരുടെ കാറ് തിരിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും കില്ലർ കൊണ്ടുവന്ന ആ ഒരു കാർ ഇവരുടെ വണ്ടിയുടെ പുറകിലിടിച്ചിട്ട് തല കീഴായിട്ട് മറിഞ്ഞ് ആ ഒരു വണ്ടി താഴെ വീഴുന്നതും നമ്മുടെ ഹീറോയ്ക്കും ക്യാപ്റ്റനും വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പണി കിട്ടിയത് കില്ലറിനാണ്. അങ്ങനെ ഹീറോ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അവരുടെ മറ്റു ടീമുകൾ ഇങ്ങനെ വരുമ്പോൾ ഹേയ് എൻ്റെ മകൻ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല സാർ, അവനെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്, ഓക്കെ എന്നും പറഞ്ഞ് നേരെ കില്ലറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കില്ലർ ഇപ്പോൾ താഴെ വീണ് മരിച്ചു കിടക്കുകയാണ്. അവന് ശ്വാസമില്ല. അവസാനമായിട്ട് ഇവന് പിടിച്ച് ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും ഹീറോ നേരെ കില്ലറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് CPR കൊടുക്കാണ്. കൊടുത്തിപ്പോ അവസാനം കില്ലർ അവൻ ചെയ്ത എല്ലാ കൊലകളും ആലോചിച്ച് നോക്കി പെട്ടെന്നങ്ങ് കണ്ണു തുറക്കുന്നതും അവൻ മരിച്ചവന് CPR കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് സ്ട്രക്ചറിൽ അവനെ കിടത്തിയിട്ടാണ് നമ്മുടെ ഹീറോ അവന്റെ കയ്യിൽ വിലങ്ങിട്ടിട്ട് കില്ലറിനോട് പറയുന്നത്, മോനെ നിന്നെ ഞാൻ പെട്ടെന്ന് കൊല്ലത്തില്ല, പതിയെ കൊല്ലാൻ പോവാണ്, എങ്ങനെയാണെന്നല്ലേ, നിനക്കുള്ള റിപ്പോർട്ട് എഴുതുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് ഞാൻ എഴുതി ചേർക്കും, അതുകൊണ്ട് മോനൊരിക്കലും എളുപ്പം അങ്ങനെ മരിക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കില്ലറിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ബാക്കി എല്ലാവരും രക്ഷിച്ച് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോയും ടീമും അവിടെ അങ്ങനെ ചെന്നിരിക്കുമ്പോഴത്തേക്കും ഓക്കെ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞു. ആ ഒരു കേസ് എല്ലാം അവസാനിച്ചു. അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവന്റെ മകനെ ഇപ്പോൾ നല്ല പണി കിട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവനെ വിളിച്ചിട്ട് മോനെ ഇതെല്ലാം സാധാരണ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി എന്നെല്ലാം പറഞ്ഞ് അവന്റെ മകനുമായിട്ട് നല്ലതുപോലെ സംസാരിച്ച് രണ്ടുപേരും ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.